നസ്രിയയ്ക്ക് ഏറെ പ്രിയപ്പെട്ട മാസമാണ് ഡിസംബർ. പ്രത്യേകിച്ചും ഇക്കഴിഞ്ഞ ഡിസംബർ മാസം സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ വിജയവും അനിയന്റെ വിവാഹ നിശ്ചയവും സ്വന്തം ജന്മദിനവുമെല്ലാം ഒന്നിച്ചെത്തിയ നിമിഷം. എന്നാൽ ആഘോഷങ്ങൾക്ക് തിരശീല ഉയരവെയാണ് പെട്ടെന്നൊരു നാൾ നസ്രിയ എല്ലാവരിൽ നിന്നും അപ്രത്യക്ഷയായത്. പിന്നീട് മാസങ്ങൾക്കിപ്പുറം നസ്രിയ രംഗത്ത് വന്നത് ഇക്കഴിഞ്ഞ മാസങ്ങളിലും ഇപ്പോഴും താൻ അനുഭവിക്കുന്ന വേദനകൾക്കും കണ്ണീരിനുമിടയിലെത്തിയ സന്തോഷ വാർത്തയുമായും എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ടുമാണ്. എല്ലാവരും നന്നായിരിക്കുകയാണെന്ന് കരുതുന്നു. ഈ നിമിഷത്തിൽ നിങ്ങളെല്ലാവരുടെയും ചെറിയൊരു ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി എൻ്റെ അസാന്നിധ്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സജീവമായൊരു സംഘടനയിലെ അംഗമാണ് ഞാനും. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇമോഷണലായിട്ടും വ്യക്തിജീവിതത്തിലെ വെല്ലുവിളികളുമൊക്കെയായി വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. നിലവിലും അതേ അവസ്ഥ തുടരുകയാണ്. എൻ്റെ 30ാമത്തെ പിറന്നാളും ന്യൂ ഇയറും സൂക്ഷ്മദർശിനി സിനിമയുടെ വിജയവുമടക്കം മറ്റ് പ്രധാനപ്പെട്ട നിമിഷങ്ങളൊന്നും ആഘോഷിക്കുവാൻ പോലും സാധിക്കാതെ പോയതും ഈ കാരണം കൊണ്ടാണ്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അവരുടെ ഫോൺ കോളുകൾ എടുക്കുകയോ അവരുടെ മെസ്സേജുകൾക്ക് മറുപടി കൊടുക്കുകയോ ഞാൻ ചെയ്തില്ല. ഞാൻ കാരണം നിങ്ങൾക്കെല്ലാം ഉണ്ടായ ആശങ്കകൾക്കും വിഷമങ്ങൾക്കും ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ പൂർണ്ണമായിട്ടും നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. എന്നെ ജോലിക്ക് വേണ്ടി വിളിക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും അവർക്ക് ഞാനുമായി കണക്ട് ചെയ്യാൻ സാധിക്കാത്തതിനും ക്ഷമ ചോദിക്കുന്നു. പിന്നെ ഇതിനിടയിലും പോസിറ്റീവായിട്ടാണ് എനിക്ക് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ഇന്നലെ ലഭിക്കുന്നത്. അത് ശരിക്കും ത്രില്ലടിപ്പിച്ച കാര്യമായി. ഈ സമയത്ത് എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. എനിക്ക് പൂർണ്ണമായും തിരിച്ചു വരണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം. ഞാനിപ്പോൾ സുഖം പ്രാപിക്കുന്നതിൻ്റെ പാതയിലാണെന്ന് മാത്രം അറിയിക്കുകയാണ്. ഞാൻ പെട്ടെന്നൊരു നിമിഷം അപ്രത്യക്ഷയായതിൽ പകച്ചുപോയ എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ആരാധകർക്കുമൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു എഴുത്തുമായി വന്നിരിക്കുന്നത്. എല്ലാവരോടും സ്നേഹമുണ്ടെന്നും വൈകാതെ നമുക്ക് വീണ്ടും കൂടിച്ചേരാമെന്നും നിർത്താതെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണകൾക്ക് നന്ദി എന്നുമാണ് നസ്രിയ തൻ്റെ എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം നസ്രിയെ ഇത്രത്തോളം തകർക്കാൻ മാത്രം എന്താണ് പ്രശ്നം ഉണ്ടായതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഫഹദുമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരോഗ്യപരമായി നസ്രിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഇത്രത്തോളം തകർന്നു പോകുവാൻ മാത്രം എന്ത് പ്രശ്നമാണുള്ളതെന്നും വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും തുടങ്ങി പല സംശയങ്ങൾക്കും നടിയുടെ പോസ്റ്റ് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നടി ഒട്ടും തന്നെ ആക്റ്റീവായിരുന്നില്ല. ഇതൊക്കെ പലതരം അഭ്യൂഹങ്ങൾക്കാണ് കാരണമായിരിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.